നമസ്കാരം, ഞാൻ വിനീഷ് ഷോഗിനി. പലതരത്തിലുള്ള ജോലി ചെയ്തോ ബിസിനസ് ചെയ്തോ മടുത്തെങ്കിൽ ഇനി കൃഷിയിലൊന്ന് നോക്കിയാലോ. ഒരേക്കർ സ്ഥലത്ത് നിന്ന് 4 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൃഷി മോഡലുണ്ട്. എന്താണെന്നറിയോ? കുരുമുളക് കൃഷി. അപ്പൊ കുരുമുളക് കൃഷിയെ കുറിച്ചാണ് പഠിക്കാൻ നമ്മൾ പോകുന്നത്. കറുത്ത സ്വർണത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ കൃഷിയെക്കുറിച്ച്, അതായത് കുരുമുളക് കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ ഈ കുരുമുളക് കൃഷിയുടെ സാധ്യതകളെ കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് കുരുമുളക് കൃഷി, ഇപ്പൊ നമുക്കിതിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. കുരുമുളകിനെ കുറിച്ച് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രൈ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ്. ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടാവും, 3-4 ഒക്കെ ഉണ്ടാവും പ്ലാന്റുകൾ മരങ്ങളിൽ നട്ടു വളർത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് വളരെ പ്രൊഫഷണൽ ആയിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു ഗ്രാമത്തിൽ പോയി കഴിഞ്ഞാൽ ഒരാൾ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പൊ എന്റെ നാട്ടിൽ ഒരാൾ മാത്രമാണ് കുരുമുളക് കൃഷി വ്യാവസായിക അടിസ്ഥാനം വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത്. ഒരാൾ മാത്രമേ ഉള്ളൂ. അതും കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ജില്ല എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 വ്യക്തികൾ മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ പ്ലാൻ ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നു, പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവുള്ളൂ. അപ്പം കുരുമുളക് കൃഷി ഒരു സുവർണാവസരമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബ്ലാക്ക് ഗോൾഡ് എന്നാണ് ഇതിനെ അറിയപ്പെടുക. കറുത്ത സ്വർണം എന്നാണ് അറിയപ്പെടുക. ശരിക്കും 60% ഇന്ത്യയുടെ ഉൽപാദനമാണ്. വേൾഡ് വൈഡ് ആയിട്ട് കുരുമുളക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്പനികളുണ്ട്. എനി ടൈം ഡിമാൻഡ്, നല്ല പ്രൈസ് കിട്ടും. നമ്മുടെ കേരളത്തില് അനുയോജ്യമായിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനുണ്ട്. അപ്പം ഇന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി പ്ലസ് ജൈവ രീതികൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു മോഡലാണ്. ആഗോള വില വർധനവ് ഭയങ്കരമായിട്ടുള്ള ഒരു കാരണമാണ് കുരുമുളക് കൃഷിയിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു ചാൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അപ്പൊ അത് നല്ലൊരു ചാൻസ് ആണ്. പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉയർന്ന വരുമാനം. കുരുമുളക് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ അതിനിടവേളയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കൃഷികൾ ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ സർക്കാരിന് ഒരുപാട് സബ്സിഡി കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ. ആധുനിക കുരുമുളക് കൃഷിയുടെ 4 പ്രധാന ഘടകങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് വരാം. ഒന്ന്, ഹൈ ഡെൻസിറ്റി. അതായത് ഈ ഹൈ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചെറിയ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരേക്കർ സ്ഥലമാണ്, ഒരേക്കർ സ്ഥലത്ത് 4 ലക്ഷം രൂപ വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ദൂരങ്ങളിലൊക്കെയാണ്. ഇപ്പൊ മരമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു മരം കഴിഞ്ഞ് കുറെ ദൂരമൊക്കെ ഒരു മരം ഉണ്ടാവും. ഇപ്പൊ അങ്ങനെയല്ല. ഒരു മരത്തിൽ നിന്നും ഒരു തൂണിൽ നിന്നും അടുത്തൊരു തൂണിലേക്കുള്ള ഒരു ദൂരമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേക്കറിൽ ഏകദേശം 500 മുതൽ 600 തൂണുകൾ നമുക്ക് സെറ്റ് ചെയ്യാം, മരങ്ങൾ സെറ്റ് ചെയ്യാം. മരമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഒരുപാട് PVC പൈപ്പിൽ ചെയ്യുന്നവരുണ്ട്, പോസ്റ്റിൽ ചെയ്യുന്നുണ്ട്, പല തരത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മരത്തിൽ പോലും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം മരം ചെയ്യുമ്പോൾ മരമൊക്കെ വലുതായിട്ട് കുറച്ച് സെറ്റായിട്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തൂണാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ പിടിപ്പിച്ചു വിടാം. അതായത് PVC പൈപ്പൊക്കെ ചെയ്യുന്നുണ്ട്. PVC പൈപ്പൊക്കെ ചെയ്യുമ്പോഴേക്കുള്ള കുറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിൽ കെയർ ചെയ്യുന്ന പഠിക്കാൻ പറ്റുമോ എന്നൊരു ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലോ അങ്ങനെ ഡൗട്ട്സ്. അതേപോലെ തന്നെ പോസ്റ്റ് ആണെങ്കിൽ, സിമെന്റിന്റെ പോസ്റ്റുകളാണെങ്കിൽ നല്ലൊരു പവർ അതിനകത്ത് എപ്പോഴും ഉണ്ടാവും. പക്ഷെ എക്സ്പെൻസീവ് ആണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ തന്നെ പല തരത്തിലുള്ള വേരിയന്റുകളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നീട് ഒരിക്കലാവാം. എന്നാലും കൃഷിയെ കുറിച്ച് മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഹൈ ഡെൻസിറ്റി കൃഷി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചുരുങ്ങിയ സ്പേസിനിടയിൽ നമുക്കൊരു 500-600 പ്ലാന്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റവന്യൂ മോഡലാക്കി മാറ്റാൻ പറ്റും. 2, ഹൈബ്രിഡ് ഇനങ്ങൾ. ഒരുപാട് ഇനങ്ങൾ ഉണ്ട്, പല ടൈപ്പ്. ഒരേ ഇനം തന്നെ വെക്കുന്ന ആൾക്കാരുണ്ട്, ഡിഫറെന്റ് ഇനവും തമ്മിൽ വെക്കുന്നത്. ഒരു ഏക്കറിൽ മൊത്തം 600 പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒരു 10-200 എണ്ണം ഒരു വേരിയന്റ്, അടുത്ത 200 വേറെ ഒരു വേരിയന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പന്നിയൂറിന് തന്നെ പല നമ്പറുകളുണ്ട്. പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, അങ്ങനെ കുറെ എണ്ണമുണ്ട് പന്നിയൂറിന്റെ. അതുപോലെ തന്നെ കരിമുണ്ടയുണ്ട്. പിന്നെ പുതിയ ന്യൂജൻ കുറെ കമ്പനികളുണ്ട്, അതിന്റെയൊക്കെ ഉണ്ട്. പിന്നെ IAS ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെയൊക്കെ ഡീറ്റെയിലുകൾ ഞാൻ പിന്നെ ഒരു ദിവസം ഷെയർ ചെയ്യാം, എന്റെ മോഡലെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്. പിന്നെയുള്ള ഇന്റർക്രോപ്പിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പലതരത്തിലുള്ള കൃഷി അതിനിടയിൽ ചെയ്യും. ഇപ്പൊ തെങ്ങ് നടാം, തെങ്ങിനിടയിൽ കുരുമുളക് ഇടാം, ഏലം നടാം. അപ്പൊ ഇരട്ടി വരുമാനം. തെങ്ങും ഇടാം, കുരുമുളക് ഇടാം, ഇരട്ടി വരുമാനമാണ്. ഇപ്പൊ തെങ്ങും റബ്ബറും ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ രണ്ടിനും വളർച്ചയ്ക്കുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ തെങ്ങിനിടയിൽ വേണമെങ്കിൽ കുരുമുളക് നിങ്ങൾക്ക് നടാൻ പറ്റും. അത്യാവശ്യം നല്ല കാണുമ്പോൾ ഒരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് ഉണ്ടാവും. റബ്ബർ വേറെ തന്നെ ഒരു മോഡലാണ്. റബ്ബറും അതുപോലെ തന്നെ ഈ കശുമാവൊക്കെ പണിയുന്നത് വേറെ ഒരു മോഡലാണ്. അത് വലിയ രീതിയിലെ എഫേർട്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട ആവശ്യകത ഉണ്ട് തോന്നില്ല. എല്ലാ ദിവസവും ഇങ്ങനെ കയറി പരിചരിക്കും. പക്ഷെ ഇത് കുരുമുളക് നല്ല രീതിയിൽ നമ്മൾ പരിചരിക്കേണ്ടിയിരിക്കും. അടുത്തത് ഓർഗാനിക്
കൺവെൻഷൻ. നോർമലി ഈ ഓർഗാനിക് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് മണ്ണിനെയൊക്കെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുരുമുളക് തന്നെ. പക്ഷെ പഴയ കൺവെൻഷണൽ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് നിലവിൽ മരങ്ങളുണ്ട്, അതിനൊക്കെ തന്നെ വെച്ച് പിടിപ്പിക്കും, പിന്നെ പ്രത്യേകിച്ച് നോക്കുകയും ചെയ്യില്ല. മാക്സിമം ക്രോപ്സ് ഒക്കെ കിട്ടുന്ന രീതിയിൽ ഒരുപാട് രാസ മരുന്നുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഉദാഹരണം പറയും, ഇപ്പൊ റബ്ബറൊക്കെ ഉണ്ടല്ലോ, റബ്ബറൊക്കെ മുറിക്കുന്നതിന് മുമ്പ് അതിനകത്ത് കുറെ മരുന്നൊക്കെ തേച്ചിട്ട് മാക്സിമം ഊറ്റിയെടുക്കുക എന്ന രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഷോർട്ട് ടേം ഗോൾ ആയിരിക്കും നമുക്ക് റവന്യൂ. പക്ഷെ ഒരു ലോങ് ടേം റവന്യൂ എന്ന രീതിയിൽ നമ്മൾ ഓർഗാനിക് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. മണ്ണിന്റെയൊക്കെ ഘടന, അതുപോലെ തന്നെ മണ്ണിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് മൂലകങ്ങൾ, അതൊക്കെ കറക്റ്റ് ആണോ, ഇതിന് ആപ്റ്റ് ആണോ, അതൊക്കെ കുറിച്ച് ടെസ്റ്റ് ചെയ്ത് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേമിലേക്ക് ഓടിക്കാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും, റവന്യൂ കൊണ്ടുപോകാൻ പറ്റും. 5 ശാസ്ത്രീയ ഘട്ടങ്ങൾ നമുക്ക് കൃഷി തുടങ്ങാൻ പറ്റും. 5 ഘട്ടമാണ് മൊത്തത്തിലുള്ള. ഒന്ന്, സ്ഥലത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മണ്ണിന്റെ pH ഒക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മണ്ണ് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് ഇടണം. പഴയ ആൾക്കാരൊക്കെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പൊ മണ്ണൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം, നമ്മുടെ കൃഷിക്ക് ആപ്റ്റ് ആണോ അത്. അതുപോലെ തന്നെ താങ്ങ് മരങ്ങൾ കൊടുക്കണം. ചിലർ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ PVC, സിമെന്റ് പോസ്റ്റ്, അല്ലെങ്കിൽ മരങ്ങൾ തന്നെ പെട്ടെന്ന് വളരുന്ന മരങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഫണ്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ സമയം, പെട്ടെന്ന് തന്നെ ക്രോപ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ മരം ഇല്ലാതെ തന്നെ ഈ പറഞ്ഞ പോസ്റ്റിലോ PVC-ലോ ഒക്കെ ചെയ്യേണ്ടി വരും. ഇപ്പൊ താങ്ങ് മരങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പിന്നെയുള്ളത് വള്ളികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഒരു 500-600 ഒക്കെയാണ് ഒരു ഏക്കറിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഒരുപാട് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പ്ലാൻഡ് ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും അടിയിൽ തന്നെ എത്തുന്ന രീതിയിൽ പൈപ്പിൽ നമുക്ക് വെള്ളം എത്തിക്കുന്ന രീതിയിൽ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെയുള്ള വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വലിയ മരങ്ങളൊക്കെയാണ് കുറച്ച് റിസ്ക്കിയാണ്. കുറെ മരത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആൾക്കാർ ഭയങ്കര കുറവാണ്. പക്ഷേ ഈ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ, ചെറിയ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കയറിയിട്ട് ചെറിയൊരു തൂണൊക്കെ കിട്ടും നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്തൊക്കെ കയറിയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ നമുക്ക് പറ്റും. പിന്നെയും ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒരു 3 വർഷം വേണം ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. 3 വർഷം ഓൾമോസ്റ്റ് എടുക്കും. ചിലർ 2.5 വർഷം 3 വർഷം കിട്ടും, ചിലർ 4 വർഷം 5 വർഷം ഒക്കെ ആകുന്നുണ്ട്. ഇപ്പൊ ഒരു 3 വർഷം ഓൾമോസ്റ്റ് കിട്ടും. പിന്നെ ഒരു 5 മുതൽ ഒരു 7 വർഷം വരെ അതിന്റെ പീക്ക് ആയിട്ടുള്ള ഒരു ഈൽഡ് കിട്ടുന്ന ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഏക്കറിന് ഇത്ര കിട്ടും എന്ന് നമ്മൾ പറയുന്നതിന്റെ ആ ഒരു എക്സാക്ട് അതിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു 5 മുതൽ 7 വർഷം എടുക്കും. 3 വർഷം മുതൽ തുടങ്ങും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹാർവെസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 വർഷം പ്ലസ് കിട്ടും. ചിലരൊക്കെ 65 വർഷം 35 വർഷം 45 വർഷം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു 20 ഇയേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി. 20 വർഷം പ്രോപ്പറായിട്ട് 20 ഇയേഴ്സ് പ്ലാൻ ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് റവന്യൂ കിട്ടുമ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ചെയ്തുകൊണ്ട് ഓരോ ഘട്ടമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഒരു 5 ഇയേഴ്സിനിടയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 ഇയറിനിടയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കൃഷി ചെയ്യുമ്പോൾ മാക്സിമം അതൊരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇടവിളയായിട്ട് ഒന്ന് കൊടുക്കുക. ഇപ്പൊ തെങ്ങ് കൊടുക്കുക, അതിനിടക്ക് ഈ പറഞ്ഞ ഇത് കൊടുക്കുക, കുരുമുളക് കൊടുക്കുക, കവുങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇതിനൊക്കെ മൾട്ടിപ്പിൾ ക്രോപ്സ് തന്നെ വരുമാനം ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 1 ഏക്കർ ലാൻഡിൽ ചെയ്യുന്ന ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഒരു സെറ്റപ്പ്. ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ ഏറ്റവും വളരെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത ഒരു കോണ്ടന്റ് ആണ്. എല്ലാവരും കാണുക, വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ. 1 ഏക്കർ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ആണ് ഞാൻ പറഞ്ഞത്. വീടടക്കം നമ്മൾ ആ 1 ഏക്കറിലുണ്ട്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ 1 ഏക്കറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്നത് എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നമാണ്. വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ ഇതിന് എഫേർട്ട് ഇട്ടിട്ട് കാര്യമുള്ളൂ. മുതൽ മുടക്കിനെ കുറിച്ച് നമുക്ക് ഒന്ന് പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഒരു 1.5 to 2 lakh rupees നമുക്ക് കോസ്റ്റ് വരും ഏകദേശം. വള്ളികൾ, മരങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പോസ്റ്റാ ചെയ്യുന്നെങ്കിൽ ചിലപ്പോൾ എക്സ്പെൻസ് കൂടും. ഐ തിങ്ക് ഒരു പോസ്റ്റിന് 2500 rupees ഒക്കെ കോസ്റ്റ് വരും. അവിടുത്തെ അതിനെ സെറ്റ് ചെയ്യുന്നതിനുള്ള കോസ്റ്റ്. ഇപ്പോൾ 10 നടണമെങ്കിൽ 25,000 രൂപ നമുക്ക് കോസ്റ്റ് വരും. 10 പ്ലാൻ ചെയ്യണമെങ്കിൽ പോസ്റ്റ് വെച്ചിട്ട്. പിന്നെ പോസ്റ്റ് വേറെ കമ്പനിക്ക് കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ കേട്ടോ 2500 rupees. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം വരും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വലിയൊരു എക്സ്പെൻസിലേക്ക് പോകും. കുറച്ച് മരങ്ങൾ മാത്രമേ നമുക്ക് നടാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു എക്സ്പെൻസിൽ പോകും. എന്നിരുന്നാലും നമുക്കൊരു 1.5-2 lakh rupees നമുക്ക് ചെയ്യാം. ഓൾമോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളത് സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ വള്ളികൾ, മരങ്ങൾ ഒരു 40,000 രൂപ, ഡ്രിപ്പ് ഇറിഗേഷൻ ഒരു 35,000 രൂപ, പിന്നെ ആനുവൽ ഒരു മെയിൻ്റെനൻസ് ഒരു 60,000 രൂപ ആനുവൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും. പിന്നെയുള്ളത് ഈൽഡാണ്. 1 ഏക്കറിന് എത്ര ഈൽഡ് കിട്ടും? ഒരു 600 kg നമുക്ക് 1 ഏക്കറിന് നമുക്ക് പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിക്കാം. 1 കിലോ വെച്ചിട്ട് പ്രതീക്ഷിക്കാം. 1 കിലോ വെച്ച് പ്രതീക്ഷിച്ചാൽ നമുക്ക് ഒരു 600 മരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 600 kg നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. ഇതിനേക്കാൾ കൂടുതൽ കിട്ടും കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു ഒരു എക്സാമ്പിൾ, ഒരു 600 kg കിട്ടുകയാണെങ്കിൽ per kgക്ക് 800 രൂപ പ്രൈസ് വന്നാൽ നെക്സ്റ്റ് 3 years കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ക്രോപ്സ് എടുക്കാൻ പറ്റുക. അത് ആ സമയത്ത് ഇത് പീക്കായിട്ട് മുഴുവൻ കിട്ടണമെന്നില്ല, ഒരു 5 വർഷം കഴിയുമ്പോഴേ കിട്ടുള്ളൂ. ആ സമയത്ത് ഒരു 800 രൂപ നമ്മൾ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 4.8 ലക്ഷം രൂപയുടെ റവന്യൂ നമുക്ക് കിട്ടും. ഓർക്കുക, ഇപ്പൊ കുരുമുളക് കൃഷിയൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു മരത്തുനിന്ന് 1 കിലോ അല്ലല്ലോ കിട്ടുക, അല്ലെ? അപ്പൊ കറക്റ്റ് ഒരു 2.5-3 കിലോ ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 2 കിലോ ഒക്കെ മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? 1 കിലോ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും ഈ പറഞ്ഞ 4.8 ലക്ഷം രൂപയുടെ റവന്യൂ ആണ് കിട്ടുന്നത്. എത്ര വലിയ റവന്യൂ ആണ്, അല്ലെ? ഹൈ റവന്യൂ ആണ്. ഓൾമോസ്റ്റ് ഒരു മാസത്തേക്കുള്ള ശമ്പളം, ഒരാളുടെ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ശമ്പളം എത്രയാണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്കുക. ഒരു 30,000 റുപ്പീസ് നമുക്ക് നല്ലൊരു പീക്ക് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയാണ്. ആ 30,000 റുപ്പീസ് ഒരു വർഷത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3,60,000 രൂപ. അതിനേക്കാൾ കൂടുതൽ വരുമാനം 4.8 ലക്ഷം രൂപ ഉണ്ടല്ലോ. റിലാക്സേഷൻ, ഹാപ്പിനെസ്, നോ ടെൻഷൻ, നോ പ്രഷർ. ഒരാളും പ്രഷർ ചെയ്യാൻ വരില്ല. അപ്പൊ വളരെ ഹാപ്പി ആയിട്ട് 1 ഏക്കർ ലാൻഡ് മാത്രം മതി നമുക്ക് ചെയ്യാൻ പറ്റും. 20 years നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പുതിയ ലാൻഡ് വെച്ച് നമുക്ക് പുതിയ പ്ലാന്റും ചെയ്യാൻ പറ്റും. പക്ഷെ പ്രൊഫഷണലി പഠിക്കണം. നല്ല രീതിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് ആദ്യം തന്നെ പഠിക്കുക. ഐ തിങ്ക് പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിലൊക്കെ ഇതിന്റെ ഷോർട്ട് ടേം കോഴ്സുകൾ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കോഴ്സുകളെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ കോഴ്സുകൾ ഉണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്യുക കുരുമുളക് കൃഷിയിൽ. ഇതിനെ കുറിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ട് ഇവിടെ വിയറ്റ്നാമിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു വിയറ്റ്നാം മോഡലിനെ കുറിച്ചൊന്ന് പഠിക്കുക. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. ഒരുപാട് കർഷകരെടുത്ത് പോയിട്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ടൊന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നാട്ടിൽ ചെയ്യുക. അല്ലാതെ ഒറ്റയടിക്ക് എടുത്ത് ചാടി കാണുമ്പോൾ എടുത്ത് ചാടുകയല്ല ചെയ്യേണ്ട. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇരുന്ന് ചെയ്യുക. ഒരു വർഷമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. പഠിക്കാൻ വേണ്ടി തയ്യാറാവും. നമ്മൾ ഒരു വർഷമൊക്കെ പല കോഴ്സ് പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഇത്തരത്തിലുള്ള ജോലികൾക്ക് കയറുന്നത്. അതേപോലെ ഒരു വർഷം കൃഷിയെക്കുറിച്ച് പഠിക്കുക. കോഴ്സ് ആദ്യം ചെയ്യണം. ഇതിനെക്കുറിച്ച് ബേസിക്സ് എല്ലാം മണ്ണിനെ മനസ്സിലാക്കണം. അതുപോലെ ഒരു പ്ലാന്റിനെ മനസ്സിലാക്കണം. പ്ലാന്റ് എത്ര വർഷം നിൽക്കുന്നു മനസ്സിലാക്കണം. ഡീറ്റെയിൽഡ് സ്റ്റഡി റിപ്പോർട്ട് വേണം. നിങ്ങൾ ലാൻഡ് എടുക്കുമ്പോൾ ലാൻഡിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കണം. അവിടുത്തെ വെള്ളത്തിനെ കുറിച്ച് പഠിക്കണം. എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പഠിച്ച് കർഷകരുടെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്റർനാഷണൽ പല സ്ഥലങ്ങളിലും പോയിട്ട് വിസിറ്റ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഇറങ്ങാൻ പാടുള്ളൂ. ഒറ്റയടിക്കാൻ എടുത്ത് ചാടാ, ആരോടും വാക്കുകൾ കേട്ട് എടുത്ത് ചാടിയിട്ട് കാര്യമില്ല. എന്റെയൊക്കെ നാട്ടിൽ ഞാൻ കൃഷിയെ കുറിച്ചിട്ട് 1-2 ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, കൃഷിയോ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും ആ പൈസ എടുത്തിട്ട് ബാങ്കിൽ ഇട്ടിട്ട് സുഖമായിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിച്ച് ജീവിക്കുന്ന നല്ലതെന്നാ ഒട്ടുമിക്ക ആൾക്കാർ പറയും. ഒരാൾ പോലും കൃഷിയെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ ഞാൻ കണ്ടിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്തില്ല. കൃഷി ചെയ്യുന്ന ആൾക്കാർ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ അവരൊന്നും ആ ഒരു പ്രൊഫഷണലിസത്തോട് കൂടിയിട്ടല്ല ഇക്കാര്യം ചെയ്യുന്ന മനസ്സിലാക്കി. എന്നാൽ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള റവന്യൂ മോഡലും ഉണ്ട്. അത് നിങ്ങൾക്ക് എന്റെ 1 ഏക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്ന 60,000 രൂപയാണ്. ഇനി നമുക്ക് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് അതിന്റെ വരുമാനത്തെ കുറിച്ച് നോക്കാം. ഇപ്പൊ എക്സ്പെൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനുവൽ മെയിൻ്റെനൻസ് കോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 4.2 ലക്ഷം രൂപയാണ്. 60,000 രൂപ ആനുവൽ മെയിൻ്റെനൻസ് വരും. ഏകദേശം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ് ഈ പറഞ്ഞ 60,000 രൂപ. ഇനി റവന്യൂ എന്ന് പറഞ്ഞാൽ 4.8 ലക്ഷം വരും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4.2 ലക്ഷം രൂപ ആദായമാണ് 1 ഏക്കറിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. 1 ഏക്കർ ലാൻഡിൽ നിന്ന് കിട്ടുന്നത്. പണിയെടുക്കാനുള്ള ഒരു മനസ്സ് മാത്രം മതി. പണിയെടുക്കാനുള്ള മനസ്സ് മാത്രം മതി. അതാണ് ആവശ്യമുള്ളത്. ഇനി വിജയത്തിനുള്ള 5 പ്രധാന സീക്രട്ടുകൾ, ടിപ്സുകൾ അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എക്സ്പേർട്ട് ടിപ്സ്, കേരള സർക്കാരിന്റെ പിന്തുണ, ഇതൊക്കെ പറയാം. ആദ്യമായിട്ട് ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്. 50% സബ്സിഡി ഉണ്ട്. 1 ഹെക്ടർ വരെ 20,000 രൂപയാണ് കിട്ടുക. 20,000 രൂപയുടെ സബ്സിഡി ഉണ്ട്. സ്പൈസസ് ബോർഡ് പ്ലസ് KIU ആണ് ഇത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സ്കീമുകൾ അവൈലബിൾ ആണെന്ന്. ഹൈ യീൽഡിംഗ് വെറൈറ്റികൾ ചെയ്യാൻ പറ്റും. അതായത് കരിമുണ്ട, പന്നിയൂർ, പിന്നെ ശ്രീകര, ഇതൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഹൈ ഈൽഡ് തരുന്ന വെറൈറ്റികളുണ്ട് പലതും. ഇതുകൂടാതെ കുറേ എണ്ണം ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പന്നിയൂരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കേട്ടോ. വേറെ കുറെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറെ ഓർഗനൈസേഷൻ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ട് ചെയ്യാം. മൂന്നാമതാണ് ശ്രദ്ധിക്കേണ്ടത് ഫൈത്തോത്തറ നിയന്ത്രണം. അതായത് നമ്മൾ ഒരുപാട് കീടങ്ങളുണ്ടാവും ഇതിനൊക്കെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്നത്. ഇതിനെ നിയന്ത്രിക്കാനുള്ള മിശ്രിതങ്ങൾ നമുക്ക് കിട്ടും. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാർഷിക കോളേജിലൊക്കെ നമ്മൾ ചെറിയ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. ഇതിലേക്ക് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് കർഷകരിൽ നിന്നുള്ള ഐഡിയകൾ നമ്മൾ കിട്ടും. എല്ലാത്തും കിട്ടും. അതുപോലെ സ്പൈസസ് ബോർഡ്, KIUലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ട്രെയിനിങ് ചെയ്തിരിക്കണം ഉറപ്പായിട്ട്, മാൻഡേറ്ററി. അവിടെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഇതിനെ കുറിച്ചിട്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ സബ്സിഡി. ഞാൻ പറഞ്ഞു 20,000 രൂപ വരെ പെർ ഹെക്ടറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം പലതരത്തിലുണ്ട്. അതിന്റെ മൈക്രോ ഇറിഗേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന് വിജയിക്കാൻ പറ്റും എന്നത് ഉറപ്പാണ്. കേരളത്തിലെ കറുത്ത സ്വർണം അത് നിങ്ങളുടെ ഭാവി വരുമാനമാണ്. കേരളത്തിൻ്റെതാണ് കറുത്ത സ്വർണം. നിങ്ങളുടെ ഭാവിയാണ്. അതൊരു വലിയ വരുമാനമാണ്.
മനസ്സിലാക്കാതെ പോരുത് ഒരാളും. നമുക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. പലരും ഓപ്പർച്യൂണിറ്റി കണ്ടെന്ന് നടിക്കുന്നില്ല എന്നതാണ്. അതിലേക്ക് ഇറങ്ങണം, അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ +2 കഴിയുമ്പോഴേക്കും എല്ലാ സകലമാന സ്ഥലങ്ങളിലേക്കും നഴ്സിംഗ്, അക്കൗണ്ടിങ്, CA, BTech അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ്, എഞ്ചിനീയറിംഗ് കോഴ്സ്, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളെ കാണാൻ പറ്റും. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇത് മാത്രമേ കാണുന്നുള്ളൂ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുരുമുളകിൽ ഡിപ്ലോമ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെങ്ങ് കൃഷിയിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ഇന്നതിൽ ഡിപ്ലോമ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഒരു സ്ഥലത്തും കാണില്ല, ഒരു സ്ഥലത്തും ഒരാളും ചെയ്യുന്നില്ല. ഇനി ഭാവിയിലേക്ക് ഇപ്പൊ കമ്പ്യൂട്ടർ BTechഉം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് BCA ഒക്കെ കഴിഞ്ഞിട്ട് എന്തോ ആൾക്കാരെ പഠിച്ചിറങ്ങി എല്ലാവരുടെയും ജോലി പോയിക്കൊണ്ടിരിക്കും. ഒരാൾക്കും ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ പോകും. AI എന്നെ കംപ്ലീറ്റ് കാര്യം ചെയ്യുന്നത്. AI എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിനെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാൻ AIക്ക് ഇന്ന് പറ്റും, ഇന്ന് സാധിക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ PCയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മുഴുവൻ കാര്യം എന്തൊക്കെയാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന അതിന്റെ കംപ്ലീറ്റ് ടാസ്കുകൾ ഫുള്ളി സെറ്റപ്പ് ചെയ്തിട്ട് അത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് ആ PCയിൽ തന്നെ ഓട്ടോമാറ്റിക് AI തന്നെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ വർക്കൗട്ട് ചെയ്യും. അത്രയും ഹൈ ലെവലിലേക്ക് എത്തി. അടുത്ത 5 വർഷം കൊണ്ട് എന്താ സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 5 വർഷത്തിന് മുന്നേ എന്തായിരുന്നു, അതിനും 5 വർഷത്തിന് മുന്നേ എന്തായിരുന്നു, ഇനി അടുത്ത വരുന്ന ഇങ്ങനെയാണെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് ചിന്തിക്കും. അവിടെയും സ്കോപ്പ് കൃഷിക്ക് തന്നെയാണ്. കൃഷി ആൻഡ് ആരോഗ്യ മേഖല ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. 2 മേഖല മാത്രമേ ഇനി ഭാവിയിൽ സർവൈവ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി എല്ലാ സാധാരണക്കാരനെ സംബന്ധിച്ചും വലിയ നോളജ് ഇല്ലാത്തവനെ സംബന്ധിച്ച് കൃഷി തന്നെയാണ് ദ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ 4.2 ലക്ഷം വരുമാനം, അതേപോലെ തന്നെ ഒരു വർഷത്തിൽ 20 വർഷത്തോളമുള്ള പിന്നെ വരുമാനം, റെക്കറിങ് റവന്യൂ, 50% ഗവൺമെന്റ് സബ്സിഡി, പിന്നെ ഒരുപാട് ലൈസൻസോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടില്ല നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റും എന്നതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് എല്ലാവർക്കും വാട്സാപ്പിൽ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു മികച്ച വീഡിയോ നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.